സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ പുതിയ ആഗോള സമാധാന സംരംഭമായ ബോർഡ് ഓഫ് പീസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഈ സമിതിയിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ചപ്പോൾ ഇന്ത്യ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. ഗാസയുടെ പുനർനിർമ്മാണം, ഭരണം, മേഖലയിലെ സുരക്ഷ എന്നിവ ഉറപ്പാക്കാനാണ് ബോർഡ് ഓഫ് പീസ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്നാൽ ഗാസയ്ക്ക് പുറമെ ആഗോളതലത്തിലുള്ള മറ്റ് സംഘർഷങ്ങൾ പരിഹരിക്കുവാനും ഈ സമിതിയെ ഉപയോഗിക്കുമെന്ന് ട്രംപ് സൂചിപ്പിച്ചു. ലോക നേതാക്കൾ മേശയ്ക്ക് ചുറ്റുമിരുന്ന് ട്രംപിനൊപ്പം ചാർട്ടറിൽ ഒപ്പിട്ടു. പാക് പ്രധാനമന്ത്രി ട്രംപിന്റെ വലതുവശത്താണ് ഇരുന്നിരുന്നത്. US പ്രസിഡന്റുമായി കൈകോർത്ത് സംസാരിച്ചതിന് ശേഷമാണ് ഷഹബാസ് ഷെരീഫ് ഒപ്പിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണമുണ്ടായിരുന്നിട്ടും ഈ ഓഫർ ഇന്ത്യ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വിഷയവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ അഭാവം ശ്രദ്ധിക്കപ്പെട്ടത് ട്രംപിനൊപ്പം പാക് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ ലോഞ്ചിൽ പങ്കെടുത്തപ്പോഴാണ്. ഭൗമരാഷ്ട്രീയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാൽ ഈ നിർദ്ദേശം ഇന്ത്യ പരിശോധിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാലസ്തീൻ വിഷയത്തിൽ 2 രാഷ്ട്രങ്ങൾ എന്ന നിർദ്ദേശത്തെ ഇന്ത്യ നിരന്തരം പിന്തുണയ്ക്കുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ അസാന്നിധ്യം വ്യക്തമാക്കുന്നതെന്നാണ് നിരീക്ഷകരുടെ ഒരു വിലയിരുത്തൽ. വിഷയത്തിന്റെ നയതന്ത്ര വശങ്ങളും മേഖലയിലെ സുരക്ഷാ പ്രശ്നങ്ങളും പരിശോധിച്ചു വരികയാണെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. പാകിസ്ഥാന്റെ സാന്നിധ്യവും ഐക്യരാഷ്ട്രസഭയ്ക്ക് ബദലായി ഈ സമിതി മാറുമോ എന്ന ആശങ്കയും ഇന്ത്യയെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അർജന്റീന, ബഹ്റൈൻ, ഈജിപ്ത്, ഹംഗറി, സൗദി അറേബ്യ, UAE തുടങ്ങി 35ഓളം രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഈ സംരംഭത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങി യൂറോപ്യൻ രാജ്യങ്ങൾ തൽക്കാലം ഈ സമിതിയിൽ ചേരേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ പ്രസക്തി കുറയ്ക്കുന്ന രീതിയിലുള്ള ഇത്തരം സ്വതന്ത്ര സമിതികളുടെ രൂപീകരണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.